ഗൈസ്, അപ്പോൾ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് മാൾസിൻ്റെ വീട്ടിൽ നിന്ന്. ഹലോ ആൾ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് തെരേസ് മാത്യു. സോണൽസിൻ്റെ പാർട്ട് 1 വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാത്തവർക്കും വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞങ്ങൾ രാവിലെ തന്നെ മാൾസിൻ്റെ വീട്ടിൽ നിന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പ്രോഗ്രാമിന് വേണ്ടി പോവുകയാണ്. റെഡിയായി നമ്മൾ കോളേജിലേക്ക് പോവുകയാണ്. നമ്മൾ ഓൾ ദി ബെസ്റ്റ് വരാം. അപ്പോൾ ഇവരെല്ലാം ഒപ്പനയ്ക്കുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ പ്രോഗ്രാം ആണെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞായിരുന്നു, സ്കിറ്റിനായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ഒരു 8:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ മാളിച്ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ എത്തിയായിരുന്നു. ഞങ്ങൾ ബസ്സിലാട്ടോ പോയത് ആലപ്പുഴ വരെ. അവിടെ നിന്ന് ഇത് ആക്ച്വലി 2 മാസം മുന്നേ ഉള്ള വീഡിയോസ് ആട്ടോ. അതിനിടയിൽ എനിക്ക് മോഡൽസും യൂണിവേഴ്സിറ്റി എക്സാമൊക്കെ വന്നതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയില്ല. അതുകൊണ്ടാട്ടോ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്തിട്ടേക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗാലറി ചെക്ക് ചെയ്തപ്പോഴാണ് ഇതൊക്കെ വീഡിയോസ് കിടക്കുന്നുണ്ട്. അപ്പം മെഡിക്കൽ കോളേജിൽ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ മത്സരമൊക്കെ നടക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ആദ്യം അവിടെ ചെന്ന ടൈമിൽ ജാം സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ജാമിന് കയറി അതെന്താണെന്ന് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഒരു 9:30 തുടങ്ങിയിട്ട് ഒരു 1 മണി വരെയൊക്കെ ജാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഒപ്പനേൻ്റെ അവിടെ അവർ റെഡിയാവുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഇറങ്ങാൻ തോന്നിയില്ല. കഴിഞ്ഞിട്ടാട്ടോ ഞാൻ പോയത്. അപ്പോൾ പ്രേമം എത്ര മധുരമാണ്. ഓക്കെ, ആരെങ്കിലും പറഞ്ഞു തുടങ്ങിക്കോളൂ. ഈശ്വർ ബാബു 408 എന്താണ് തടസ്സവാദം? വാദം അംഗീകരിക്കുന്നു. 408 റെഡിയാണ്, സംസാരിക്കാം. ഈശ്വർ ബാബു. പ്രേമം എത്ര മധുരമാണെന്ന വിഷയം കേൾക്കുമ്പോൾ എനിക്ക് വലുതായി ഒന്നും തോന്നുന്നില്ല. കാരണം ഇതിന്റെ എല്ലാവിധ മാനുഷിക ജാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒപ്പനേൻ്റെ അവിടെ ഒരുങ്ങി എന്തായാലും നോക്കണം. മിക്കവാറും ഒരുങ്ങിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ അവിടെ പെട്ടെന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ തന്നെ അവരെല്ലാവരും ഓൾമോസ്റ്റ് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 പേരും കൂടെ ഒരുങ്ങാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവർ അവിടുന്ന് ജസ്റ്റ് 2 പ്രാവശ്യം അവിടെ വെച്ച് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് സ്റ്റേജിലേക്ക് പോയി. കാരണം പിന്നെ ഒരു ടീം എങ്ങാണ്ട് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അവരും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കോളേജിലെ ടീമായിരുന്നു കേട്ടോ ഒപ്പനയ്ക്ക്. അവർ പെട്ടെന്ന് തന്നെ എല്ലാവരും നടന്ന് ഇത് നടക്കുന്ന സ്റ്റേജിലേക്ക് പോയി കേട്ടോ. നന്ദനയ്ക്ക് ഒപ്പന കഴിഞ്ഞിട്ട് ഇനി ഗ്രൂപ്പ് സോങ് ഉണ്ട്. അവളുടെ കൂടെ സാരി ഉടുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. എനിക്ക് സാരി ഉടുപ്പിക്കാൻ അറിയത്തില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ കോൽക്കളി പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നന്ദനയ്ക്ക് ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് സാരി എടുത്തിട്ട് ഗ്രൂപ്പ് സോങ്ങിന് വേണ്ടി പോയി. അവരുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഗ്രൂപ്പ് സോങ് വേറൊരു സ്ഥലത്ത് വെച്ചാട്ടോ നടന്നത്. അതുകൊണ്ട് തന്നെ അത് കാണാൻ വേണ്ടി പോകാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു. ഗൈസ്, അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം നമ്മുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പനയ്ക്ക് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇത് രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ ആകെ 2 നൂൽപുട്ട് കഴിച്ചാൽ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഫുഡ് എന്തെങ്കിലും കഴിക്കണം. പിന്നെ ട്രെയിൻ എപ്പോഴാണ് നോക്കിയിട്ട് വേണം ഇനി പോകാൻ. ഞങ്ങൾക്ക് ഇനി മോഡൽസ് വരാൻ പോവാണ്. 5th മോഡൽസ് തുടങ്ങും. അതുകൊണ്ട് തന്നെ നാളത്തെ പ്രോഗ്രാമിന് നിൽക്കുന്നില്ല. ഇന്ന് തന്നെ മിക്കവാറും പോവുമായിരിക്കും. ട്രെയിനിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് മിക്കവാറും ഇന്ന് തന്നെ പോവുമായിരിക്കും. ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഈ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അവർ കുറേ ഫുഡ് സ്പോട്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് എല്ലാ കടയിലും തന്നെ ഞങ്ങൾ കയറി ഇറങ്ങി. അതിനകത്ത് മെയിനായിട്ട് ഞങ്ങൾ ഐസ്ക്രീമിൻ്റെ അവിടെ പോയി. അവർ 2 ഓറിയോയുടെ കോൺ വാങ്ങിച്ചു. ഞാനാണെങ്കിൽ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ കോൺ കേട്ടോ വാങ്ങിക്കഴിച്ച്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ്, ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് ഫ്ലേവർ. ഞാനൊരു ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം വാങ്ങി. ഐസ്ക്രീമും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുന്ന് ഞങ്ങൾ കപ്പയും കല്ലുമ്മക്കായും വാങ്ങിയായിരുന്നു അവിടുത്തെ കടയിൽ നിന്ന്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കപ്പയും. പിന്നെ അവിടെ കല്ലുമ്മക്ക ഉണ്ടായിരുന്നു, കക്കയിറച്ചി എന്ന് പറഞ്ഞ വേറെ, അത് രണ്ട് സെപ്പറേറ്റ് ഡിഷാണ്. രണ്ടും ഉണ്ടായിരുന്നു, രണ്ടും കഴിച്ചു. പിന്നെ അവിടെ ചിക്കൻ്റെ എന്തൊക്കെ ഐറ്റംസും ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ചിക്കൻ വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ അവരും വാങ്ങിയില്ല, ഞാനും വാങ്ങിയില്ലായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയേ. അപ്പോൾ ആദ്യം തന്നെ നന്ദനയ്ക്ക് തൃശ്ശൂർ ഭാഗത്തേക്കായിരുന്നു പോകാനുണ്ടായിരുന്നത്. അപ്പോൾ അവളെ തൃശ്ശൂർക്ക് ബസ് കയറ്റിയിട്ടിട്ട് ഞങ്ങൾ അപ്പുറത്തെ ട്രിവാൻഡ്രം സൈഡിലേക്ക് പോകുന്ന സ്ഥലത്ത് പോയി അവിടെ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ബസ് കയറിയിട്ടോ. ഞാനും അഭിഷയും മൂസിനുമായിരുന്നു ഉണ്ടായിരുന്നത്. നേരമായി നമ്മളിവിടെ ബസ് കാത്തേക്കുന്നു, പക്ഷേ ഇതുവരെ ബസ്സും വന്നില്ല. അതിനിടെ കൂടെ മഴയും തുടങ്ങി. ഓ മൈ ഗോഡ്, ഭയങ്കര മഴ. ഭാഗ്യത്തിന് ബസ്സിൽ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും 2 ദിവസം ആയതുകൊണ്ടായിരിക്കാം ഞങ്ങൾ പോകാൻ സമയത്ത് ഭയങ്കര അവസ്ഥയിലായിരുന്നു, ആകെ ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.